അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാനൊരു 6 മണി ആവാറായപ്പോഴേക്ക് എഴുന്നേറ്റു. നേരൊന്നും വെളുത്തിട്ടില്ല, ആകെ ഇരുട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കാലത്ത് തന്നെ റേഡിയോ ഓണാക്കി വെച്ച് നമ്മൾ പല്ലേക്ക് നിന്ന് പല്ല് വെച്ച് കഴിഞ്ഞ് അടിച്ചു വാരി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ തന്നെ കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ചിക്കൻ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കുറുമയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. സാധാരണ കുറുമ ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഞാൻ ചിക്കൻ കുറുമ ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു സബോള, കുറച്ച് ഇഞ്ചി അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊക്കെ നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിലേക്ക് വേണ്ട പച്ചക്കറികളും സാധനങ്ങളും എല്ലാതും അരിഞ്ഞു വെക്കുക. പിന്നെ നാളികേരപ്പാലാണ് അതിന് മെയിനായിട്ട് വേണ്ടത്. നാളികേരപ്പാൽ എന്തോരം നമ്മൾ കട്ടിയിലെടുക്കുന്നോ അത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒന്നാം പാലൊക്കെ ആയിട്ട് ഞാൻ പിഴിഞ്ഞ് വെക്കണില്ല, ഞാൻ മൊത്തത്തിൽ തന്നെ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഉരുളക്കിഴങ്ങ്, വേപ്പില, പിന്നെ നാളികേരപ്പാൽ. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ബീൻസ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രീൻ ബീൻസും ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ. ഗ്രീൻ ബീൻസ് അധികം വേണ്ട, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നു. വെള്ളമായിട്ട് ഒഴിക്കേണ്ട, വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നാളികേരപ്പാലിൻ്റെ 3ാമത്തെ പ്രാവശ്യം പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമാണ് ഒഴിക്കണേ. അങ്ങനെ നമുക്കത് വേവിക്കാൻ വെക്കാം. ഉപ്പും കൂടി ഇടാൻ മറന്നു പോരുത്. പച്ചമുളക് വേണമെങ്കിൽ കുക്കറിലിട്ട് അടിക്കാം. ഞാൻ എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള കാരണം ഞാൻ അധികം കുക്കറിലിട്ട് അടിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അധികം എരിവ് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുക്കറിലിട്ട് അടിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കൊരു 2 വിസിൽ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിലിൽ എന്തായാലും നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ അഗാരൻ്റെ പാത്രത്തിലാണ് വെച്ച് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി, സവാള അത് രണ്ടും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഞാൻ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റീമർ ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ നന്നായി പുക വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ട കാരണം ചെറിയതായിട്ടൊന്ന് അടിയിൽ പിടിച്ച പോലെ. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിലും നമുക്കങ്ങനെ വരുമല്ലോ. അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാനത് കഴുകിയപ്പോഴും നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് യൂസ് ചെയ്യുക കുറുമയിലേക്ക്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കുറച്ചൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. വഴണ്ടി വരുമ്പോൾ നമുക്ക് മസാല ഒന്നില്ലെങ്കിൽ പൊടിയായിട്ട് ഇടാം. ഞാനിപ്പോൾ പൊടിയായിട്ട് ഇടുന്നില്ല, നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊക്കെ ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കാം. നന്നായിട്ടൊന്ന് തള വരുമ്പോഴേക്ക് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഒന്നൊരു തിക്നെസ് വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉരുളക്കിഴങ്ങ് തിക്നെസ് അങ്ങനെ വേണമെന്നുള്ളൊരു ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് നമ്മൾ മുഴുവനോട് കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ഇടാണെങ്കിൽ ഒന്നും കൂടി നല്ല തിക്ക് ഗ്രേവി പോലെ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഒഴിച്ചൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാത്രത്തിലൊന്നും ചെയ്തിട്ട് പരിചയമില്ലല്ലോ. അപ്പോൾ ഞാനത് അടിയിൽ പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മസാലയും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എൻ്റെ മസാല കുറവായിരുന്നു, അപ്പോൾ ഞാൻ 2ാമത് മസാല ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ഇതിങ്ങനെ നന്നായി പുക വന്നപ്പോൾ എനിക്ക് പേടിയായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വലിയ റിസ്ക് എടുക്കാൻ നിന്നില്ല. അപ്പോഴേക്ക് ഞാൻ നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടു. അപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഞാൻ പിന്നെ കറി വെക്കണത് ചീരയാണ്. അപ്പോൾ കാലത്ത് തന്നെ ചീരയൊക്കെ കഴുകി വാല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ പിന്നെ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ചിക്കൻ കുറുമയുടെ കൂടെ നമ്മൾ ബ്രെഡാണ് കഴിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഇവിടെ എപ്പോൾ വാങ്ങിച്ചാലും അങ്ങനെ കറികളുടെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ടാണ് കഴിക്കുക. ഇപ്പോൾ നമ്മൾ ചന മസാലയില്ലേ, ചന മസാലയും അതൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ചായ വെച്ചു. ചായയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളെയൊക്കെ കുളിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. എന്തോ പറഞ്ഞ് തല്ലുകൂടിയിട്ടായിരിക്കണം. അപ്പോൾ വലിയ മൈൻഡൊന്നും ചെയ്യണില്ല ആരും. അങ്ങനെ തന്നെ അവരുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ കറിയുടെ പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ ഞാൻ നാളികേരം ഇടാറുണ്ട്. ഉപ്പേരികൾ മിക്കതും വെക്കുമ്പോൾ നാളികേരം ഇടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടനില്ലാത്ത കാരണം നാളികേരം ഇട്ടിട്ടാണ് വെക്കണം. അല്ലെങ്കിൽ ചേട്ടന് ചീരയിലൊന്നും അങ്ങനെ നാളികേരം ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ നമ്മളിവിടെ പച്ചമുളകാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. മുളക് പൊടി, ഇടിച്ച മുളക് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല. പിള്ളേർ തീരെ എരിവ് കഴിക്കില്ല. പിന്നെ എനിക്കാണെങ്കിലും എരിവ് അധികം പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പച്ചമുളകാണ് മെയിൻ. മിക്ക പച്ചക്കറികളിലും പച്ചമുളകാണ് ഇട്ട് വയ്ക്കാറ്. അങ്ങനെ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. ചീര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചീര കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞാൽ തലേദിവസത്തെ ചോറ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചോറിൻ്റെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പിള്ളേർക്ക് എക്സാമൊക്കെ ആയിരുന്ന സമയമായ കാരണം ഈ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം അവരെ കൊണ്ടുവരാറാവും. 12:30 ആകുമ്പോഴേക്കും അവർ വരും. ഏകദേശം 9:30 ആകുമ്പോഴാവും പോവുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ ഇൻഡക്ഷൻ മേ കാരണം അത്യാവശ്യം പണികൾ കഴിയാൻ ഇത്തിരി നേരവും പിടിക്കും.
അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം അവരെ കൊണ്ടുവരേണ്ട ടൈമായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചീരക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ വെച്ച ചോറുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കുറച്ച് ചൂടാക്കാൻ വെച്ചു. പൊന്നേരി ചെറുതായിട്ട് വേവ് കുറച്ചിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വൈകുന്നേരത്തിന് പണികൾ നോക്കിയാൽ പോരെ എന്ന് വിചാരിച്ചു. വൈകുന്നേരത്തിന് എന്തെങ്കിലും കഞ്ഞി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ടായിരുന്നു. സമയത്തേക്ക് നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ വാല വെച്ചു. ഇനി കുറച്ച് ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കഴിഞ്ഞ് അവർ വന്നിട്ടാണ് പിന്നെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ കുറുമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.